സർവീസിൽ നിന്നും വിരമിക്കുന്ന തിരൂരങ്ങാടി PSMO കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അസീസിന് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ യാത്രയയപ്പ് നൽകി. KPA മജീദ് MLA കൂട്ടായ്മയ്ക്ക് വേണ്ടി ഉപഹാരം കൈമാറി. 8 വർഷത്തിലധികമായി തിരൂരങ്ങാടി PSMO കോളേജ് പ്രിൻസിപ്പലായി പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ കെ അസീസ് ഈ മാസം ഏപ്രിൽ 30-ന് സർവീസിൽ നിന്ന് പടിയിറങ്ങുകയാണ്. വിരമിക്കുന്ന പ്രിൻസിപ്പലിന് ചെറുമുക്കും നാട്ടുകാരെ കൂട്ടായ്മ യാത്രയയപ്പ് നൽകി. കൂട്ടായ്മയ്ക്ക് വേണ്ടി KPA മജീദ് MLA ഉപഹാരം നൽകി. കോളേജിന്റെ വളർച്ചയ്ക്കായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണ് അസീസ് എന്ന് MLA പറഞ്ഞു. തിരങ്ങാടി PSMO കോളേജ് കഴിഞ്ഞ 8 വർഷമായി പ്രിൻസിപ്പലായി ജോലി ചെയ്ത് സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അസീസ് അവർ തിരിയാണ്. സർവീസ് എന്ന റിട്ടയർമെന്റാണ്. 8 വർഷം എന്ന് പറയുന്നത് ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. കാരണം എല്ലാ രീതിയിലും കോളേജിന്റെ ഗുണപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതുപോലെ സെൻട്രൽ സ്കീമുകളടക്കം നമുക്ക് അംഗീകാരം കിട്ടുകയും ചെയ്യാൻ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ 8 വർഷക്കാലത്തിന്റെ ഒരു ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ കോളേജിന്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ 8 വർഷം. കൂട്ടായ്മ പ്രസിഡന്റ് VP ഖാദറാജി ചടങ്ങിൽ അധ്യക്ഷനായി. നീണ്ട 8 വർഷം നമ്മുടെ കോളേജിലെ മാനേജ്മെന്റിന്റെയും മറ്റുള്ളവരുടെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു മാർഗദർശനവും എല്ലാമായി മുന്നോട്ട് കൊണ്ടുപോയി വളരെ ഉഷാറായ ഒരു മികച്ച നേട്ടത്തിലേക്ക് എത്തിയ മാഷ് ഇൻഷാ അല്ലാഹ് ഈ ഏപ്രിൽ 30 പിരിയാണ്. എന്നിട്ടും മാഷക്ക് കുടുംബജീവിതത്തോടൊപ്പം ഇതുപോലുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ടാകട്ടെ. സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക്, PK ഇസ്മായിൽ, കോളേജ് ജീവനക്കാരായ വല്യാട്ടിൽ ജസീഫ്, നിസാമുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. PSMO കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, അത് നാട്ടുകാരുടെ പ്രിൻസിപ്പലാണ്. ഒരു സൊസൈറ്റിയുടെ കോളേജാണ്. ആ വലിയൊരു പൊതുസമൂഹം നോക്കിക്കാണുന്ന ഒരു കോളേജാണ്. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഏരിയ, ഈ ഭാഗം എനിക്ക് പരിചയമില്ലാത്ത ഏരിയയാണ്. പിന്നീട് കുറെ പഠിച്ചു. അതിൽ കൂടുതൽ പഠിച്ച ഒരു ഏരിയയാണ് ചെറുമുക്കും ഈ നാട്ടുകാരെ കൂട്ടായ്മ. അവരുടെ കുറെ പരിപാടിയെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, കുറെ കാര്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിന് ഗുണകരമാവുന്ന ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ പ്രവർത്തിക്കുന്ന ആ പേര് പോലെ തന്നെ നാട്ടുകാര്യം കൂട്ടായ്മ എന്നാണ്. നാട്ടിലെ കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യുന്നത്. അതിലെനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത് അവിടുത്തെ ഇക്കോളജിക്കലായ ആ ഒരു വർക്കാണ്. എൻവയോൺമെന്റ് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ന്യൂസ് ബ്യൂറോ, ചെമ്മാട്. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂ, മെറൈൻ മിറാക്കിൾസ് എക്സ്പോ, കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ, സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം, ലോകത്തിലെ തന്നെ വ്യത്യസ്ത ഇനം മത്സ്യങ്ങളായ ആരാപ്പൈമ, വെട്ടയിൽ കാറ്റ്ഫിഷ്, പിരാന, സ്റ്റാർഫിഷ് തുടങ്ങി 500-ലധികം വ്യത്യസ്ത ഇനം മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത. കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ അത്യപൂർവ കാഴ്ചകളും വെള്ളച്ചാട്ടവും, വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, കൺസ്യൂമർ സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.